പ്രഹ്ലാദേട്ടനും അങ്ങേർക്കൊണ്ട് എന്തേലും പറഞ്ഞു അയ്യോ അത് എന്റെ സ്വഭാവമല്ല. ദേ അങ്ങേര് അവന്റെ അച്ഛന്റെ സ്വഭാവം അവന് കിട്ടിയേക്കുന്നേ. അങ്ങേര് പറിച്ചു വെച്ചേക്കോ നിന്റെ പ്രഹ്ലാദൻ. പിന്നെ നീ നോക്കിക്കോ, ഒരു 60-65 വയസ്സാവുമ്പോ നിന്റെ പ്രഹ്ലാദൻ ഇതുപോലെ ഇരിക്കും. അയ്യോ അമ്മ, എന്റെ ചേട്ടന്റെ ഫോട്ടോ ഇങ്ങനെ ചുമരി തൂക്കി മാലിട്ട് വെക്കല്ലേ. എനിക്ക് എന്റെ ചേട്ടനോട് ജീവിച്ച് കുറഞ്ഞു പോലും തീർന്നിട്ടില്ല. ഇടി നിർത്തടി, അതല്ല പറഞ്ഞത്. പിന്നെ ഈ ഇരിക്കുന്ന തുളസിയേട്ടൻ എനിക്ക് ആരായിരുന്നു അറിയാമോ നിനക്ക്? ഭർത്താവാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അല്ലേ, എന്റെ സുഹൃത്തായിരുന്നു തുളസി. എന്റെ ഭർത്താവായിരുന്നു തുളസി. എന്റെ ജ്യേഷ്ഠനായിരുന്നു തുളസി. എന്റെ എല്ലാം എല്ലാം എല്ലാമായിരുന്നു തുളസി. ആ തുളസിന്ന് 2 എടുത്ത് വായിലിട്ടിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. കടുപ്പം തന്നെ. എന്ത് നിങ്ങളുടെ തുളസി? നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ടടി. ഇങ്ങനെ എന്നെ ഇട്ടേച്ച് പോയപ്പോഴേ എനിക്ക് എത്ര കല്യാണാലോചന വന്നെന്നറിയാവോ? പിന്നെ ഞാൻ റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോ എത്ര പയ്യന്മാർ എന്റെ പുറകെ ക്യൂ ആയി വന്നെന്ന് നിനക്ക് അറിയാവോടി? പക്ഷെ ഞാൻ ഒന്നിനെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. തിരിഞ്ഞു നോക്കണമായിരുന്നു. എന്തിനടി? തിരിഞ്ഞു നോക്കിയാ പിന്നെ ക്യൂ അവിടെ കാണത്തില്ലല്ലോ. ഞാൻ അത്ര സൗന്ദര്യം ഇല്ലാത്തവരൊന്നും അല്ലടി. നീയേ എന്റെ ചെറുപ്പത്തിൽ കാണണമായിരുന്നു. മാമാട്ടിക്കുട്ടിയമ്മയെ പോലെ ഇരിക്കുമായിരുന്നു. ഇച്ചിരൂടെ വളർന്നപ്പോ ശാലിനി തന്നെ. അയ്യോ, കുറച്ചുകൂടെ വളർന്നപ്പോ ശോഭനടി. ഇനി അങ്ങോട്ട് വളരല്ലേ. എന്തിനടി? കൊളപ്പുള്ളിലെ കൂടി കാണാൻ എനിക്ക് വയ്യ. അയ്യോ, അടുക്കളയിൽ എനിക്ക് നിറയെ പണി അടപ്പുണ്ട്. ഞാൻ പോട്ടെ. മാമാട്ടിക്കുട്ടിയമ്മേ. എന്തിടി? പോടെ അവിടുന്ന്. ശാലിനി.